ദൈവത്തിന് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം പറയുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിൽ ദൈവത്തെ തുതിക്കുന്നു. നമ്മുടെ എസ് നേതൃത്വം നൽകുന്ന ഷെഫ് ടീച്ചർ, ഇന്ന് സുവോളജി ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന മേജർ ടീച്ചർ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തു നടത്തുന്ന സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും എന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രത്യാശ. എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാലും, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടത നേരിട്ടാലും, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്നെ ആലപിച്ചാലും, എന്റെ ജീവിതത്തിന്റെ പതറിപ്പോകുന്നതിന്റെ കാരണം എന്റെ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിൽ എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ജീവിതത്തിനെ ഒരിക്കലും പതറിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിനെ പരിപാലിക്കുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വചനം, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്നതാണ്. ഇവിടെ ഈ ഭാഗം വായിച്ചു കേട്ട 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവിടെ അസന്നിഗ്ധമായി രേഖപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്നത് എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ട 17-ാം അധ്യായം. ഇവിടെ പറയുന്നത് ഈ ഏലിയാവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ ഭാഗത്ത് പറയുന്നത് ഏലിയാവ് ശേഷിച്ച ഒരു പ്രവാചകനാണ്. 100 പ്രവാചകന്മാരുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം ഈ ആഹാബ് രാജാവ് തുടങ്ങി ഇങ്ങനെ ഇസ്രായേൽ രാജാക്കന്മാരെല്ലാം കൊന്നു കളഞ്ഞപ്പോൾ അവിടെ ശേഷിച്ച ഒരു പ്രവാചകനാണ് ഏലിയാവ്. ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറഞ്ഞ, അതിശക്തമായ ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിച്ച മറ്റു പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞപ്പോൾ അവിടെ ശേഷിച്ച ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഇവിടെ ഏലിയ പ്രവാചകനെ ദൈവം കാത്തു സൂക്ഷിക്കുന്ന, കാത്തു പരിപാലിക്കുന്ന, അവനെ വലക്കരത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇന്ന് വായിച്ചു കേട്ട തിരുവചന വേദഭാഗം. ഇവിടെ പറയുന്നത്, ആദ്യം ഏലിയാവ് മുഖാന്തരം ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. ആഹാബ് രാജാവിന് ഏലിയാവ് മുഖാന്തരം ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. എന്നാൽ ഏലിയാവിനെ തിസ്ബിയനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവിടെ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല, ഞാൻ പറഞ്ഞല്ലാതെ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഏലിയാവ് പറഞ്ഞല്ലാതെ ആ ദേശത്തിന് മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല. മഴയും മഞ്ഞും ഉണ്ടാകാതിരുന്നാൽ ആ ദേശത്ത് ക്ഷാമം ഉണ്ടാകുവാൻ ഇടയായി തീരും. പക്ഷേ ഇവിടെ ഏലിയാവിനെ ദൈവം കാക്കുകയാണ്. അവന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന്, അവനെ നശിപ്പിക്കുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഏലിയാവിനെ അവൻ കേരള തോട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുവാനായി ശത്രു അലറി നിൽക്കുമ്പോ, ഒരു സിംഹം പോലെ അവൻ നിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോ, യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിനെ കേരള തോട്ടിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടാണെങ്കിലും നിന്നെ പരിപാലിക്കുവാൻ അവ മതിയായ ദൈവസ്നേഹമാണ്. ഇവിടെ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ ചെന്ന് കേരള തോട്ടിൽ ഒളിച്ചിരിക്കണം. ഇവിടെ പറയുന്ന ഒരു വസ്തുതയാണ്, നിന്നെ കാക്കുന്ന ദൈവം നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ഒളിപ്പിക്കുന്ന ദൈവമാണ്. ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശി ഒരുക്കുന്ന ദൈവം. 23 സങ്കീർത്തനം പറയുകയാണ്, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് ഞാൻ മേശി ഒരുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇവിടെ ഏലിയാവിന് ദൈവം കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ് കേരിയത്ത് തോട്. അവിടെ നിന്ന് നീ കുടിക്കണം. അടുത്ത വാക്യമാണ് നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം. നിനക്ക് കേരിയത്ത് തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം, പക്ഷേ നിനക്ക് ആഹാരം തരുന്നത് നിന്റെ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മോടാണെങ്കിൽ പറയുന്നത്, ഒരു കാക്ക എങ്ങനെ എനിക്ക് ആഹാരം തരും, ഒരു കാക്കയെ എങ്ങനെ പുലർത്തും എന്നൊരു സംശയം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാൻ ഇടയായി തീരും. പക്ഷേ ഇവിടെ ഏലിയാവ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പുതിയ നിയമകാലത്തിൽ ഭാഗം പഠിക്കുമ്പോൾ പത്രോസിന് ഒരു വിശ്വാസ ചഞ്ചലം ഉണ്ടാകുകയാണ്. ഞാൻ കടലിൽ കൂടെ നടന്നതിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പത്രോസ് യേശുവിനോട് പറയുമ്പോൾ, യേശു പറയുന്നത് നീ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാകുകയാണ്. കർത്താവ് അവൻ താണു പോയപ്പോൾ അവനെ കരം പിടിച്ച് ഉയർത്തിയിട്ട് അവനോട് പറയുകയാണ്, നീ എന്തിനാണ് അല്പവിശ്വാസി, നീ എന്തിനെ സംശയിച്ചു? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നെ കരുതുന്ന ഒരു ദൈവമാണെന്ന് പറയുന്നുവെങ്കിലും, നമ്മൾ കരുതുന്ന ഒരു ദൈവമാണെന്ന് നാം ചിന്തിക്കുന്നുവെങ്കിലും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചില ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ട്. എന്റെ ദൈവം എന്നെ കരുതുന്ന ദൈവമാണോ? എനിക്കൊരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്, എന്റെ പ്രതിസന്ധി എന്റെ കണ്ണുനീര് കാണാതിരിക്കുന്ന ഒരു ദൈവമാണോ എന്നൊക്കെ ചില ആശയക്കുഴപ്പങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ പ്രയാസങ്ങളുടെ മധ്യേ നിന്നെ വഴിതെറ്റി വിടുന്ന ഒരു ദൈവമല്ല, നിന്നെ വെറുതെ അയച്ചു കളയുന്ന ഒരു ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെ കരുതാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മെ കരുതാമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ കാക്കയാൽ ഏലിയാവിന് ആഹാരം
നൽകുകയാണ്. അവന് രാജകീയ ഭക്ഷണം ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്നവന്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹം നിനക്ക് നൽകുവാൻ അവൻ മതിയായ ദൈവസ്നേഹമാണ്. അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഴയും മറ്റും ഉണ്ടാകാത്തത് കൊണ്ട് അവിടെ ക്ഷാമം ഉണ്ടാകുകയാണ്. പക്ഷേ ഏലിയാവിൽ അപ്പോഴും ദൈവം മറന്നു പോകുന്നില്ല. അവിടെ ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമുണ്ട്. ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു കർത്താവുണ്ട്. അവനെ വീണ്ടും അവിടെ നിന്ന് അവിടെ നിന്ന് സാരഭാത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാക്കയുടെ വരം നിന്ന് പോയാലും സാരഭാത്തിലേക്ക് നമ്മൾ കാക്കുന്നൊരു ദൈവമുണ്ടാകും. കേരള തോട്ടിലെ വെള്ളം പറ്റി പോയാലും കാക്കയുടെ വരം നിന്ന് പോയാലും സാരഭാത്തിലേക്ക് ഏരിയാവെ പോറ്റിയ ദൈവം നമ്മയെ പോറ്റുന്ന ദൈവമാണ്. അവർ സാരഭാത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഈ ദേശത്ത് ക്ഷാമമുണ്ടായി മറ്റുള്ളവർ നശിച്ചു പോയാലും നമ്മെ നശിപ്പിച്ചു കളയാത്ത ഒരു ദൈവമുണ്ട്. ഞാൻ ദേശത്തെ മതിൽ കെട്ടി നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിഞ്ഞു നിൽക്കുവാൻ ഒരു ഗുരുവിനെ അന്വേഷിച്ചു. ആരെയും കണ്ണിലതാലുമെന്ന് വിലകുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന് നമുക്ക് മറുപടി കൊടുക്കുവാൻ കഴിയണം. എന്നെ കരുതുന്ന ഒരു ദൈവത്തിന് വേണ്ടി അതിന്റെ കപ്പലുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അവന്റെ മരണ സമയത്ത് അവൻ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് അവനെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അത് തുടർന്നുള്ള ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഏലിയാവ് പോയി സാരഭാത്തിലേക്ക് പോയപ്പോൾ അവൻ അവിടെ വിധവ ആരാണെന്ന് അറിയത്തില്ല. ആ സ്ഥലം അറിഞ്ഞിരുന്നാലും അവിടെ ഏത് വിധവയാണുള്ളത്, ആരാണ് അവരെ കാക്കുവാനായിട്ട് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അറിയത്തില്ല. പക്ഷേ അവൻ സാരഭാത്തിലേക്ക് പോകുകയാണ്. സാരഭാത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏലിയാവിലൂടെ വിധവയെ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ക്ഷാമകാലത്ത് അവിടെ മാവ് കുറഞ്ഞുപോയി, അവിടെ ഭക്ഷണം തീർന്നുപോയി. പക്ഷേ അവിടെ നിന്നും അവരെ പുലർത്തുന്ന ഒരു ദൈവം, അവിടെ ദൈവമക്കളെ ആദരിക്കുന്ന മനുഷ്യരെ ആദരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഏലിയാവ് അവിടെ പോയപ്പോ ആ വിധവയും മകന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് അവര് കഴിക്കുവാനായി ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് ഏലിയാവ് പോയി അവിടെ ഭക്ഷണം ചോദിച്ചു. ആ വിധവ അവർക്കുണ്ടായിരുന്നതിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവർക്ക് കൊടുക്കുകയാണ്. ഏലിയാവിന് കൊടുത്ത ശേഷം ഏലിയാവ് അവരെ അനുഗ്രഹിക്കുകയാണ്. ഇത് ഈ ക്ഷാമകാലം തീരുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, നിന്റെ പറമ്പിലെ എണ്ണ തീർന്നു പോകത്തില്ല. ആ വിധത്തിലുള്ള അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടായി. മത്തായിയുടെ ദിവസത്തെ സുവിശേഷം 10-ാം അധ്യായം അവസരത്തെ വാക്യം പഠിക്കുമ്പോൾ എന്റെ നാമത്തിൽ തണ്ണീർ മാത്രം കൊടുത്താൽ അതിന്റെ അനുഗ്രഹങ്ങൾക്കുണ്ടാകും. ഇവിടെ ഏലിയാവ് ഒരു ദൈവപുരുഷനെ കരുതിയതുകൊണ്ട്, ഒരു ദൈവമകനെ കരുതിയതുകൊണ്ട്, ഒരു പ്രവാചകനെ കരുതിയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉള്ളതായി മനസ്സിലാക്കുവാൻ കഴിയും. ആ വിധത്തിന് നമുക്ക് കഴിയണം. ഒരു ദൈവപുരുഷൻ നിങ്ങളുടെ നാമത്തിന് അവ വേദമാവുകയാണ് പഠിപ്പിക്കുന്നത്. എന്റെ നാമത്തിൽ വരുമ്പോൾ അവനെ കൈക്കൊണ്ട് എന്നെയാകുന്നു കൈക്കൊണ്ടത് എന്ന് പറയുന്ന തിരുവചനം നാം അനുസരിക്കണം. അപ്പോ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ കഴിയും. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവത്തിന്റെ കരുതലിന്റെ കരുത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സിംഹത്തിന്റെ പേര് അണലി പേര് ചവിട്ടും, പാലസിംഹത്തെ പെരുമാറിനെ നിവേദിച്ചു പറയും. അവരോട് പറ്റിയിരിക്കാൻ ഞാൻ അവരെ വിടിപ്പിക്കും. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഒരു വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്റെ നാട്ടുകാരെന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ കുടുംബം എന്നെ നിഷേധിച്ച് കളഞ്ഞാലും എന്റെ അമ്മയെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വന്നാലും എന്തൊക്കെ വേദന എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്നെ നശിപ്പിച്ച് കളയാത്ത, എന്നെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. ആ ഒരു പ്രത്യാശകൾ നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കാമോ? എന്തൊക്കെ എന്റെ പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ഏറി വന്നാലും, എന്തൊക്കെ കഷ്ടതയും കണ്ണുനീരിന്റെ കുടുംബത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്നാലും എന്നെ ഉപേക്ഷിച്ച് കളയാത്ത, എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവ സ്നേഹമുണ്ട്. ആ ദൈവം എന്നെ കരുതുന്ന ദൈവമാണ്. എന്റെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച സംഭവിച്ചില്ലെങ്കിലും എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചതിന് വിക്ഷേപിക്കണമേ, എന്റെ ദൈവം എന്റെ കണ്ണുനീര് കാണുന്നതിന് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ഒരുപാട് നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? പക്ഷേ അതിനേക്കാൾ ഉപരി അനുഗ്രഹം തരുവാൻ എന്റെ ദൈവം മതിയായവരാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വൈകുന്നതിന് കാരണം എന്താണെന്നറിയാമോ? അത്രയും ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി, അത്രയും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അത്രയും ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി, ചേർന്നിരിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന ഒരു അവസരമായിട്ട് അതിന് കാരണം. അതിന്റെ അനുഗ്രഹം അത്രയും വലുതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ച ഒരു വാക്യം ഇത്രയേ ഉള്ളൂ. നമ്മെ കരുതുന്ന, കാക്കുന്ന, പാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അടിയുറച്ച് വിശ്വസിക്കാം. നമുക്ക് ദൈവം കൃപ നൽകേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന